ഹെന്ന ഹൗറി, ബസ്ല, ബേബി ഷമീമ, അനിഷ, റഫീദ. ബാക്കി ആൾക്കാരുണ്ടല്ലോ, എത്ര ആളുണ്ട്? ബാക്കി 3 പേരൂടെ ഉണ്ട്. ഇതിന്റെ പേരെന്താണ്? ബ്രെയിൻ ബൂട്ട് അല്ലേ? ബ്രെയിൻ ബൂട്ട്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഒരാള് ഇവരാണ് അല്ലേ? ഡ്രീം പ്രൊജക്റ്റ് ആണ്. മാഷാ അല്ലാഹ്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ ഹാപ്പിയാണ് എല്ലാവരും? അപ്പോൾ ഇവർ സംസാരിക്കുന്ന സൗണ്ടിന് ഇപ്പം എന്തോ തൽക്കാലത്തേക്ക് പ്രശ്നമുള്ളൂ. എന്താ മാമിനെ കുറിച്ച് പറയാനുള്ളത്? മാം എന്താണ്, മാമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കയറിയിട്ടുണ്ട്, ബ്രെയിൻ ബോട്ടിൽ കയറിയിട്ടുണ്ട്. പിന്നെന്താ, മാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് ഈ ബ്രെയിൻ ബോട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്? നമ്മളിവിടെ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള മക്കൾ, അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് കുട്ടികളുടെ ബേസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണിത്. അവരുടെ ബേസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പിന്നോക്കം വന്നത് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കി ചില കുട്ടികൾക്ക് ചിലപ്പം അറ്റൻഷൻ കുറവായിരിക്കും, ചിലർക്ക് ഫൈൻ മോട്ടോർ ട്രെയിനിങ് ആവശ്യമായിരിക്കും. അപ്പം അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോ കുട്ടിക്കും നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷനും ഒരു കുട്ടിക്ക് കിട്ടും. അറ്റ് എ ടൈം നമ്മൾ 6 പേരെ എടുക്കുള്ളൂ. അപ്പോൾ ഓരോ അറ്റ് എ ടൈം 6 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ കുട്ടിക്കും എത്രയാണോ വേണ്ടത് അത്രയും അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ അല്ല ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. നിങ്ങളൊക്കെ ഇപ്പോ ഒരു പിന്നെ ഇതിന്റെ ഒരു പാർട്ട്നേഴ്സ് പോലെ ആയി അല്ലേ? അങ്ങനെ തന്നെയാണ്. ആ ഫ്രീഡം ഒക്കെ ഉണ്ട്. ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് ഏതാ സ്ഥലം വരുന്നത്? കൊണ്ടോട്ടി 17. മാഡം പറയൂ. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് കുട്ടികൾ റിസൾട്ട് കണ്ടതും പാരന്റ്സിന്റെ കൃതജ്ഞത കണ്ട ആളാണ് ഞാൻ. കൊണ്ടോട്ടി ഇപ്പൊ ഇന്നലെ ഒരു പാരന്റ് എന്നെ വന്ന് ഹഗ് ചെയ്തു, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഇതാണ് തോന്നിയതിന് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ ഈ മേഖല ശരിക്കും ഒരു 5 വർഷമൊക്കെ പറയാം. 5 വർഷം പറയാൻ പറ്റില്ല. എന്റെ കയ്യിലൂടെ കുറെ കുട്ടികളെ ഭാവി സെക്യൂർ ആയിട്ട് ഒരുപാട്. ഇത് നല്ലതാണല്ലേ ഇങ്ങനെ ഇതിന് ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്ററിൽ കുട്ടികളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ കുറെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. പറഞ്ഞു കൊടുക്കി. ഫാമിലി ഇഷ്യൂസ് കൊണ്ട് കുട്ടികൾ നല്ലോണം ഡൗൺ ആവും. പിന്നെ കാരണം ഈ ഡ്രങ്കാർഡായിട്ടുള്ള പാരൻസും അല്ലെങ്കിൽ അടി കൂടുന്നവർ, ഡൈവോഴ്സ് ആയവർ, ഇതൊക്കെ കുട്ടികളെ പഠനത്തെ ബാധിക്കും. അപ്പോൾ അവർ ശരിക്കും നമ്മളടുത്ത് വരിക ഒരമ്മൻ്റെ അടുത്തൊക്കെ വരുന്ന പോലെ അത്രയും നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവും. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. അപ്പോൾ അവർ പാരൻസ് വിളിക്കും നമ്മളെ, മാം ഒന്ന് പറയുമോ എന്നാലേ ഓൻ കേൾക്കുള്ളൂ എന്ന് പറയും. ആ ഒരു ലെവലിൽ വരെ നമ്മളടുത്ത മക്കളെത്തും. അപ്പം മെൻറ്റേഴ്സുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരിക്കും. എല്ലാവരും ഫാമിലി ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ന്യൂറോളജിക്കൽ ഇഷ്യൂ കൊണ്ടോ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വലായിട്ടൊരു IEP ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് അത് ഇവിടെ ഓരോ കുട്ടികൾക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് എന്താണോ വേണ്ടത് അത് കൊടുക്കും. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പാരൻസിനൊക്കെ നല്ല അഭിപ്രായമാണ്. കാരണം ഓരോ പാരൻസും കഴിഞ്ഞ വർഷം വരെ എങ്ങനെയാണ് കുട്ടികളെ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതായിരുന്നു. നമ്മളിവിടെ തുടങ്ങിയതിന് ശേഷം ഓരോ പാരൻസും ഒരുപാട് ഹാപ്പിയാണ്. കാരണം കുട്ടികൾ എഴുതുന്നതും വായിക്കുന്നതും കണ്ടിട്ട് ഇവിടെ കൊണ്ടോട്ടി നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ല. 11-ാം തീയതി എന്തൊരു പരിപാടി ഉണ്ടല്ലോ, ഏപ്രിൽ 11 ശനിയാഴ്ച നമുക്ക് പാരന്റിങ് അവയർനെസ് ക്ലാസ് ഉണ്ട്. മക്കളെ എങ്ങനെ അറിയാമെന്നുള്ള. അപ്പം അതിവിടെ വെച്ചിട്ടല്ല, അഫ്രാദ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. അത് കൊണ്ടോട്ടി ബ്രെയിൻ ബോട്ട് നടത്തുന്നുണ്ട് അല്ലേ? അതിനും കൂടെ ക്ഷണിക്കുകയാണ്. കൊണ്ടോട്ടി 17 ബ്രെയിൻ ബോട്ട്. നല്ല കോച്ചിങ് ആണ്, ഒരു വനിതാ കൂട്ടായ്മയാണ്. വിജയിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം.